ഹലോ മൈ ഡിയേഴ്സ്. ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് മനസ്സിൽ കരുതുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്കിപ്പോൾ ഉള്ള സ്ഥാനം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. സ്റ്റാർ, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, കിങ് ഓഫ് കപ്സ്. ഈ എനർജീസൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ചൊന്ന് മെച്യൂറായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് അവർ കംപ്ലീറ്റ്ലി നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ഒരു മാറി നിന്നുള്ളൊരു സമീപനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ഇമോഷൻസ് നിങ്ങളെക്കുറിച്ചുണ്ട്. മാത്രമല്ല അവർ നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് അവരുടെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളുണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ചില പ്രതീക്ഷകളുണ്ട്. അതിനനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഫേക്ക് പ്രോമിസോ അല്ലെങ്കിൽ ഒരു ഫേക്കായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കാനോ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയല്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു പ്ലാനിങ് മനസ്സിനകത്ത് കൊണ്ട് നടക്കുന്ന ഒരു പേഴ്സണാണ്. നിങ്ങൾക്ക് ഇനി ഒരു പ്രോമിസ് തരികയാണെന്നുണ്ടെങ്കിൽ അത് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു സെപ്പറേഷനിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു പേഴ്സണും ഒരുപാട് ഹീലായി വരുന്ന ഒരു സമയവും കൂടിയാണിത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഓർ സ്ട്രോങ് റീകൺസിലിയേഷൻ ഉണ്ടാവുന്നതിനായിട്ട് യൂണിവേഴ്സിനോട് നിങ്ങൾ ഈ ഒരു പോസിറ്റിവിറ്റി ക്ലെയിം ചെയ്യുക. യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക.